അടുത്ത ചോദ്യം, ആറ്റംസ് ഓഫ് എലമെന്റ് ബി ഫോം HCP ലാറ്റിസ്. എലമെന്റ് ബിയിലെ ആറ്റങ്ങളെല്ലാം കൂടി ഒരു HCP ലാറ്റിസ് ആണ് ഫോം ചെയ്യുന്നത്. ആൻഡ് ദോസ് ഓഫ് എലമെന്റ് എ, അപ്പോൾ എലമെന്റ് എയിലുള്ള എലമെന്റ്സ് ഒക്കെ ഈ HCP ലാറ്റിസിന്റെ 2/3 ഓഫ് ടെട്രാഹെഡ്രൽ വോയിഡ്സിൽ ഒക്യുപ്പൈ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് ഫോംഡ് ബൈ ദ എലമെന്റ്സ് എ ആൻഡ് ബി? എയും ബിയും കൂടി കൂടിച്ചേർന്നുണ്ടാകുന്ന കോമ്പൗണ്ടിന്റെ ഫോർമുലയാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ നമുക്ക് വീണ്ടും ഇത് ഒന്നുകൂടി ഓർമ്മപ്പെടുത്താണ്. നമ്പർ ഓഫ് ആറ്റംസ് ഇൻ HCP എത്രയാണ്? 6 ആണ്. ഇനി ബി ഒരു HCP ആണ് തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്നത് എന്താണ്? 2/3 ഓഫ് ടെട്രാഹെഡ്രൽ വോയിഡ് ആണ് എന്നും തന്നിട്ടുണ്ട്. ഇതിലെ നമ്പർ ഓഫ് ആറ്റംസ് എത്രയാണ്? 6 ആണ്. ടെട്രാഹെഡ്രൽ വോയിഡ് ആകുമ്പോൾ അതിന്റെ വോയിഡിന്റെ എണ്ണം എന്ന് പറയുന്നത് നമ്പർ ഓഫ് ആറ്റംസിന്റെ എണ്ണത്തിന്റെ ഇരട്ടിയായിരിക്കും. 2n ആണ്. അപ്പൊ ഇത് ബി 6 എന്ന് എഴുതിയാൽ എ എത്ര വരിക? 6ന്റെ ഇരട്ടി 2n എന്ന് പറഞ്ഞാൽ 2 × 6 12 ആണ്. പക്ഷെ എന്താ പറഞ്ഞത്? 2/3 ഓഫ് ടെട്രാഹെഡ്രൽ വോയിഡ് ആണ്. അപ്പൊ നമുക്ക് എഴുതാം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ബി ഈക്വൽ ടു 6. കാരണം എന്താണ്? HCPയിലാണ്, HCl ഹെക്സാഗണൽ ക്യൂബിക് ലാറ്റിസില് നമ്പർ ഓഫ് ആറ്റംസ് എത്രയാണ് വരുന്നത്? 6 ആണ് വരുന്നത്. അപ്പൊ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ എ എത്ര വരിക? ഇതിന്റെ ഇരട്ടി. കാരണം ഇതൊരു ടെട്രാഹെഡ്രൽ വോയിഡാണ്. ടെട്രാഹെഡ്രൽ വോയിഡില് നമ്പർ ഓഫ് വോയിഡ് 2n ആണ്. അപ്പൊ n 6 ആണെങ്കിൽ 2n 12. ഇനി 2/3 × 12. 12ന്റെ 2/3 എന്ന് പറയുന്നത് 8 ആണ് വരിക. അപ്പോ ഫോർമുല എങ്ങനെ വരിക? A8 B6 രണ്ടുകൊണ്ട് സിംപ്ലിഫൈ ചെയ്താൽ A4 B3 ആണ് ഇതിന്റെ ഫോർമുല. നാലാമത്തെ ചോദ്യം, എ കോമ്പൗണ്ട് ഈസ് ഫോംഡ് ബൈ 2 elements M and N. The element N forms CCP and atoms of M occupy 1/3 of tetrahedral voids. CCP എന്ന് പറഞ്ഞാൽ എന്താ? ക്ലോസ്ഡ് ക്യൂബിക് പാക്കിംഗ്. അപ്പോ ഇതില് ചോദ്യത്തിൽ തന്നിട്ടുള്ളതൊക്കെ നമ്മൾ എടുത്ത് എഴുതുക. M ഫോം 1/3 ഓഫ് ടെട്രാഹെഡ്രൽ വോയിഡ്. N എന്താണ്? ഒരു CCP ആണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ FCC അല്ലെങ്കിൽ CCP എന്ന് പറഞ്ഞാൽ അതിലുള്ള നമ്പർ ഓഫ് ആറ്റംസ് കാണാതെ പഠിക്കണമെന്ന് പറഞ്ഞില്ലേ? 4 ആണ്. അപ്പൊ നമ്പർ ഓഫ് വോയിഡ്സ് ഇൻ ടെട്രാഹെഡ്രൽ വോയിഡ്. ഒരു ടെട്രാഹെഡ്രൽ വോയിഡിലെ, ഇതൊരു ടെട്രാഹെഡ്രൽ വോയിഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതിലെ നമ്പർ ഓഫ് വോയിഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2n ആണ്. ഇവിടെ n എന്ന് പറയുന്ന നമ്പർ ഓഫ് ആറ്റം, അത് 4 ആണെന്ന് തന്നിട്ടുണ്ട്. ഇപ്പൊ 2 × 4 8 ആണ് ഇവിടെയുള്ള നമ്പർ ഓഫ് വോയിഡ്സ് വരിക. ഇനി നമ്പർ ഓഫ് ആറ്റംസ് ഇൻ M ഈക്വൽ ടു 1/3 × 8. അപ്പൊ അതിലെ നമ്പർ ഓഫ് ആറ്റംസ് എത്ര കിട്ടുക? M 8/3, പിന്നെ ഇവിടെ N 4ഉമാണ്. ചോദ്യത്തിൽ തന്നിട്ടുണ്ട് ഇവിടെയുള്ള CCP ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. CCP ആണെങ്കിൽ FCC ആണെങ്കിൽ അതിലുള്ള നമ്പർ ഓഫ് ആറ്റംസ് 4 ആണ്. ഇനി ഇതിലുള്ള വോയിഡ്സ് 8 ആണ്. ഇതിലുള്ള നമ്പർ ഓഫ് ആറ്റംസ് കാണാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? M 8/3 N/4. അപ്പൊ മോളിക്കുലാർ ഫോർമുല ഒരു ഹോൾ നമ്പർ ആയിട്ട് എഴുതണം, ഇങ്ങനെ ഫ്രാക്ഷൻ ആയിട്ട് എഴുതരുത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇത് ഇവിടെയും ഇവിടെയും നമ്മൾ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പൊ M 8/3 × 3 N 4 × 3. ഈ 3കൾ അങ്ങനെ ക്യാൻസൽ ചെയ്ത് പോയ ബാക്കി എന്താ വരിക? M 8 N 12. ഇതിനെ സിംപ്ലിഫൈ ചെയ്താല് 4 നേരിട്ട് കട്ട് ചെയ്യാം. അപ്പൊ എന്താ വരിക? M 2 N 3 എന്ന് വരാം. 2 കൊണ്ട് സിംപ്ലിഫൈ ചെയ്താൽ M 4 N 6. വീണ്ടും പകുതി എടുത്താൽ M 2 N 3 ആണ് ഇവിടുത്തെ ഫോർമുല.